പാലാ ബിഷപ്പ് ജോസഫ് മാർ കല്ലറങ്ങാട്ടുമായി കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന് സുരേഷ് ഗോപി. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല. അരുവിത്തുറ പള്ളിയിൽ നേർച്ചയുണ്ടായിരുന്നു. അതിനുശേഷം പാലാ ബിഷപ്പിനെ സന്ദർശിക്കുകയായിരുന്നുവെന്നും തൃശൂരിലെ NDA സ്ഥാനാർത്ഥി വ്യക്തമാക്കി. തനിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. I cannot be obliged to answer. It's a private affair, I told you. Very private. കാപ്പി കുടിച്ചു. നിങ്ങൾക്ക് ഈ സമയത്ത് പോയി കാപ്പി കുടിച്ചൂടെ? ഞാൻ കാപ്പി കുടിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രാതലിനാണ് വിളിച്ചത്. പ്രാതൽ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും. പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായിട്ട്. മിഥുൻ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരളം പോളിംഗ് ബൂത്തിലെത്താൻ. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഏറെ വിജയപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതായത് പാലാ ബിഷപ്പ് ജോസഫ് മാർ കല്ലറങ്ങാട്ടുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? രജനി, ഇന്നലെ തൃശ്ശൂരിലെ കൊട്ടിക്കലാശത്തിന് ശേഷം സുരേഷ് ഗോപി നേരെ എത്തിയത് ഈരാറ്റുപേട്ടയിലേക്കാണ്. അരുവിത്തുറ പള്ളിയിൽ അദ്ദേഹം ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി പാലാ കുരിശുപള്ളിയിലെത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. തിരിതെളിയിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം പാലാ ബിഷപ്പുമായി സന്ദർശനം നടത്തിയത്. പാലാ കുരിശുപള്ളി, അതോടൊപ്പം തന്നെ പാലാ അരുവിത്തുറ പള്ളി വലിയ വിശ്വാസ സമൂഹമുള്ള ഒരു പള്ളികളാണ്. പാലായും പരിസര പ്രദേശങ്ങളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം പാലാ കുരിശുപള്ളിയിലും അദ്ദേഹം പാലാ വഴി കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം എത്തി തിരിതെളിയിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിലെ വിജയ ഹിറ്റ് ചിത്രങ്ങൾക്കെല്ലാം മുന്നോടിയായി അദ്ദേഹം അവിടെ എത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലേലം, ഒപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഗരുഡൻ തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം ഹിറ്റ് ചിത്രങ്ങളുടെ എല്ലാം ചിത്രീകരണത്തിന് മുൻപായിട്ടൊക്കെ അദ്ദേഹം ഇവിടെ പാലാ കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇനി ഒരു വലിയ വിജയം ഉണ്ടാകുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഈ ഒരു കുരിശുപള്ളിയിലെ പ്രാർത്ഥനയും മറ്റുമെന്നാണ് വിലയിരുത്തുക. അതിനുശേഷം രാവിലെ അവിടെ 6:45 കൂടി തിരിതെളിയിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് പാലാ ബിഷപ്പിന്റെ അടുത്തെത്തി. മാർസ്ലീവ ആശുപത്രിയിലായിരുന്നു ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നത്. ബിഷപ്പ് ഉണ്ടായിരുന്നു. അവിടെ എത്തി ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. സ്വകാര്യ കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമാണ് സന്ദർശനം. തീർത്തും കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് അത്തരം ചോദ്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. പ്രാതൽ കഴിച്ചു എന്ന് പറഞ്ഞു രണ്ടുപേരും. ബിഷപ്പിനോടൊപ്പം തന്നെ പല വ്യക്തിപരമായ കാര്യങ്ങളുമാണ് സംസാരിച്ചത്. അതെന്തൊക്കെയാണ് എന്ന് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ കഴിയില്ല. ഗുരുത്വത്തെ ഊന്നിയുള്ള ഒരു സമീപനമാണ് തൻ്റേത് എപ്പോഴും ഉള്ളത്. ഒരു വിജയത്തിന് മുന്നോടിയായി ഗുരുത്വം നേടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വൈദിക ശ്രേഷ്ഠന്മാരോടൊക്കെ കൂടി സംസാരിക്കുകയും അനുഗ്രഹം വാങ്ങുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് പാലായിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെയും അദ്ദേഹം കാണുന്നുണ്ട്. അതിനുശേഷം NSS ആസ്ഥാനത്തെത്തും. അതിനുശേഷം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ചേർത്തല അവിടെ എത്തി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം വിവിധ ക്രൈസ്തവ വിഭാഗം മേലധ്യക്ഷന്മാരും ഒപ്പം തന്നെ NSS SNDP മേലധ്യക്ഷന്മാരുമൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരികെ തൃശ്ശൂരിലേക്ക് പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും മിഥുൻ, അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതും അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമുണ്ടാകും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം ആ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേ സന്തോഷം തന്നെയാണ് ഇന്നലെ നമ്മൾ ഈ കലാശക്കൊട്ടിൽ തൃശ്ശൂരിൽ കണ്ടത്. കാരണം അദ്ദേഹത്തിന് വേണ്ടി ബോംബെയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നടക്കം സ്ത്രീകളടക്കമുള്ളവരാണ് വോട്ട് തേടി എത്തുന്നത്. അതുകൊണ്ട് NDAക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല തൃശ്ശൂർ മണ്ഡലം എന്ന് ഉറപ്പിച്ച് പറയുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായും രോഹിണി, ഇന്നും അദ്ദേഹം ഇവിടെ എത്തിയ സമയത്തും അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. തൃശ്ശൂരിൽ വിജയത്തിൽ കവിഞ്ഞതൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. ഒപ്പം NDA ക്യാമ്പിനുമുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷകളിലെല്ലാം കൃത്യമായി പ്രകടമായിരുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം, ഗുരുത്വം തനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുത്വത്തിൽ ഊന്നിയുള്ള ഒരു വിജയത്തിലേക്ക് കടക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വൈദിക ശ്രേഷ്ഠന്മാരുമൊക്കെ ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മാറ്റിവെച്ചത്. നിശബ്ദ പ്രചാരണമാണ് ഇന്ന്
തൃശ്ശൂരിൽ തൻ്റെ അനുയായികൾ, തൻ്റെ പ്രവർത്തകർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം താനിവിടെ ഇന്ന് ഈ നിശബ്ദ പ്രചരണ ദിവസം ഇവിടെ എത്തിയത് ഇത്തരത്തിൽ തനിക്ക് അനുഗ്രഹം തേടുന്നതിനു വേണ്ടി വൈദിക ശ്രേഷ്ഠന്മാരെ അടക്കം കാണുന്നതിന് വേണ്ടി അരുവിത്തുറ പള്ളിയിൽ നേർച്ചയുണ്ടായിരുന്നു. ആ നേർച്ച കഴിഞ്ഞതിന് ശേഷം പാലാ ബിഷപ്പിനെ നേരിട്ടെത്തി കണ്ട് സന്ദർശിച്ച് അനുഗ്രഹം തേടുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരീരഭാഷയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നുമെല്ലാം വളരെ വ്യക്തമായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസം മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന കുട്ടിക്കലാശത്തിൽ നമ്മൾ ആ ഒരു കാര്യം നേരിൽ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും ആവേശത്തോടു കൂടിയുള്ള ഒരു കുട്ടിക്കലാശം നടന്നത്. അത് എൻ ഡി എയുടെ പ്രവർത്തകർക്കപ്പുറം BJPയുടെയും NDA സഖ്യകക്ഷികളുടെയും ഒക്കെ പ്രവർത്തകർക്കപ്പുറം വലിയൊരു ജനസമൂഹം തന്നെ സുരേഷ് ഗോപിക്ക് അഭിവാദ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വിജയം നൽകും എന്നുള്ള ഒരു കാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ ആ കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി NDAയുടെ കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയുമൊക്കെ ചെയ്തിരുന്നു. ആ ഒരു ആവേശം വോട്ടെടുപ്പിലും ഉണ്ടാകും. ജനങ്ങൾ ഈ തവണ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നൽകും എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നും പറഞ്ഞു വെക്കുന്നത്. ഇന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, തൃശ്ശൂർ എടുക്കുമോ? ആ ഒരു ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ തീർച്ചയായിട്ടും എടുക്കും. ആ ഒരു സാധാരണ ജനങ്ങളുടെ അടക്കമുള്ള പിന്തുണ, വിശ്വാസം നേടിയെടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം ഇവിടെ പാലായിൽ എത്തിയപ്പോഴും പ്രകടമാക്കിയിരിക്കുന്നത്. ഇന്ന് കോട്ടയത്ത് വിവിധ സന്ദർശനങ്ങൾ, NSS ആസ്ഥാന സന്ദർശനം, വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂടിക്കാഴ്ച, അങ്ങനെ വിവിധ പരിപാടികൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമായിരിക്കും അദ്ദേഹം തിരികെ തൃശ്ശൂരിലേക്ക് മടങ്ങുക. തൃശ്ശൂരിലെത്തി വരണം എന്ന് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ നിശബ്ദ പ്രചാരണ ദിവസത്തിലും പ്രചാരണം സജീവമാക്കി മുന്നോട്ട് പോവുക തന്നെയാണ്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാലാ ബിഷപ്പുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്. വ്യക്തിപരമായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.